വിളിക്കുന്ന കുറെ ആളുകള് മയക്കുമരുന്ന്, മദ്യം ഈ ഒരു രീതിയിലേക്ക് പോകുന്ന കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇനി പോയാലും പോയില്ലെങ്കിലും അങ്ങനത്തെ ആളുകളാണെന്ന് പറഞ്ഞു മാറ്റുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമുക്ക് പലപ്പോഴായിട്ട് കാണാം ക്രാഷ് ഡയറ്റുകളെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പൊ ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് 10 കിലോ പറക്കാം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാന്നുള്ളത് മറ്റുള്ളവരിൽ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് ആ വീഡിയോയിൽ കുറെ ലിമിറ്റേഷൻസിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ്. എല്ലാം ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. മെയിൻ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫുഡാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും. സോ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ആയി ഉണ്ടാവണം. സോ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ പലതവണ ഞാൻ പറയുന്നുണ്ട് ഒരു എക്സ്പേർട്ടിന്റെ കൺസൾട്ടേഷൻ വേണം എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഫിറ്റ്നസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള നെയ്മർ റഹ്മാൻ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കരുതുന്നത്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ആ വീഡിയോയിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്റെ ഡൗട്ടുകൾ, ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ ഡൗട്ടുകളും ഫിറ്റ്നസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമുക്ക് നെയ്മ് എങ്ങനെയാണ് ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വന്നത്? ഞാൻ എൻ്റെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പോഴാണ് ഈ ഒരു താല്പര്യം വന്നു തുടങ്ങിയത്. സോ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് സെലക്ട് ചെയ്തത്. ഒരു വോളിബോൾ ആയിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് തന്നെ ബീങ് ഇൻ ഷേപ്പ് എന്നുള്ളത് എൻ്റെ ഒരു പ്രയോറിറ്റി ആയിരുന്നു. സോ ജിമ്മിൽ പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ഇരുന്നിട്ട് പുഷപ്പ് അടിക്കുക, പുള്ളപ്പ് അടിക്കുക, ആപ്സിന്റെ വർക്ക്ഔട്ട് ചെയ്യുക. സോ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. അടിപൊളി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ചോദിക്കാനായിട്ട്. ഒഫീഷ്യൽ ആയിട്ടൊന്നും കരുതരുത്. കുറച്ച് ക്വസ്റ്റ്യൻസ് അഥവാ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ചോദിക്കുക എന്നുള്ളതാണ്. അതിന് തന്നെ ഞാൻ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ ഒരു വീഡിയോസ് ഞാൻ ഫുള്ള് കണ്ടു. ഫാസിൽ നല്ല രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫാസിലിന് അതിലുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഫാസിൽ പറയുന്നത് ചെയ്തു. ലിമിറ്റേഷൻസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്നുള്ളത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാന്നുള്ളത് മറ്റുള്ളവരിൽ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എന്റെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഫിറ്റ്നസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും നമുക്ക് ജനറലൈസ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ്. അതിപ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ഇപ്പം രാവിലെ നടക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതാണോ നല്ലത്, പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകുമോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സോ ജനറലൈസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മൾ കേരളത്തിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടായിക്കോട്ടെ, എന്തെങ്കിലും സെലിബ്രേഷൻ, എന്തെങ്കിലും ഫെസ്റ്റിവൽ, എല്ലാം ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. മെയിൻ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫുഡാണ്. സോ മലയാളികളുടെ ഭക്ഷണ രീതിനെ കുറിച്ചിട്ട് എന്താ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള നിലക്ക് നെയ്മിന് പറയാനുള്ളത്? മലയാളികളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് മോസ്റ്റ്ലി അരിഭക്ഷണമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പുട്ട്, ഇഡലി, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ചട്നിയോ ചമ്മന്തിയോ സാമ്പാറോ, ഉച്ചയ്ക്ക് വീണ്ടും ചോറ്, അതിന്റെ കൂടെ ചിക്കൻ അല്ലെങ്കിൽ മീന് അല്ലെങ്കിൽ സാമ്പാർ വീണ്ടും വരുന്നു. രാത്രി എന്ന് പറയുന്നത് ഈ ഉച്ചക്കത്തെ ഫുഡ് തന്നെ ആയിരിക്കും മാക്സിമം വീടുകളിൽ വരുന്നത്. സോ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് മലയാളികൾ വരുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റിക്വയർമെന്റ്സ് പോലും എത്താൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഓൾമോസ്റ്റ് 20 ഗ്രാമിലും കുറവാണ് കംപ്ലീറ്റ് പ്രോട്ടീൻസ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ വരുന്നത്. സോ നമ്മളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡ് അല്ലെങ്കിൽ നമ്മളൊരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതിനോട് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മള് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഡയറ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോ എല്ലാവരും ഡയറ്റ് ഫോളോ ചെയ്യണോ? എന്താണ് ഈ ഡയറ്റ്?
ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് പറയുന്ന പോലെ തന്നെ ഈ വേർഡിൽ തന്നെ പല ആൾക്കാർക്കും ഒരു മിസ്കൺസെപ്ഷൻസ് വരുന്നുണ്ട്. സോ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് നോക്കുമ്പോൾ ഇല്ല ഞാൻ ഡയറ്റിലാണ്, ഇന്ന് ഉച്ചക്കും രാത്രി ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ രാവിലെ എന്താ കഴിച്ചു ചോദിക്കുമ്പോൾ രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ദോശയോ പുട്ടോ കഴിച്ചു എന്ന് പറയും. സോ അതാണ് അവരുടെ ഡയറ്റ് എന്ന് പറയുന്നത്. മീനിങ് ഒരു മീല് സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഡയറ്റ് എന്നുള്ള ആ ഒരു വേർഡിന്റെ അർത്ഥം തന്നെ വരുന്നത് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ്. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് ഡയറ്റിൽ വരുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പൊതുവെ ലൈക്ക് ഒരു ചിപ്സ്, സമൂസ, ഇങ്ങനത്തെ എണ്ണക്കടികൾ, ബേക്കറി, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാന്ന് പറയുമ്പോൾ നമുക്കിപ്പോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിലിം കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെറുതായിട്ട് സ്വീറ്റ്സ് കഴിക്കുക, ഇത് നമുക്കൊരു ശീലമാണ്. ഇത് കഴിക്കുന്നത് ഒരു ഇഷ്ടമാണെന്നുള്ള രീതിക്ക്. അത് നോർമലി ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുക, വിശന്നിട്ട് കഴിക്കുക എന്നുള്ളതിനേക്കാളുപരി വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. ഇത്തരം ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട് ലോങ് ടേമിൽ നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ലോങ് ടേമിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക? ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ആക്ടിവിറ്റീസ് കുറവുള്ള ആൾക്കാർ അതിലും കൂടുതൽ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ബോഡിയിലേക്ക് എക്സ്ട്രാ എനർജി ചെല്ലുക എന്നുള്ളതാണ്. സോ ഈ ഒരു എക്സ്ട്രാ എനർജി എന്നുള്ളത് ബോഡി യൂസ് ചെയ്യുന്നത് എന്താണ്, ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് യൂസ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഇത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. സോ എക്സ്ട്രാ വരുന്ന കാലറീസ് എന്താണ്, ഫാറ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ കിടക്കുന്നത്. സോ നമ്മളെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർ വെറുതെ ഈ പറയുന്ന പോലെ തന്നെ വെറുതെ ഇരിക്കുമ്പം എന്താണ് എന്തെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ അവർ വെറുതെ എക്സ്ട്രാ കാലറീസ് ഉള്ളിലേക്ക് കയറ്റുന്നു. ഈ കയറുന്ന എക്സ്ട്രാ കാലറീസ് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ ഇത് തന്നെയാണ് നമ്മളൊരു തടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മളെ നാട്ടില് എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിനായിക്കോട്ടെ, എല്ലാം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെ സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈവൻ ഫിറ്റ്നസ് ഉൾപ്പെടെ നമ്മളും ചെയ്യുന്നതിലും ഒക്കെ ഫിറ്റ്നസിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിന്റെ ഇൻവോൾവ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ അതിനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്, ലൈക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമുക്ക് പലപ്പോഴായിട്ട് കാണാം ക്രാഷ് ഡയറ്റുകളെ കുറിച്ചിട്ട് പറയുന്നത്. ഇപ്പൊ ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് 10 കിലോ കുറക്കാം, ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇത്തരം വീഡിയോസ് കാണുന്നതിനെ കുറിച്ച് ഇതിനോടുള്ള നെയ്മിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? ആക്ച്വലി ഇത് കാണുന്നവരെക്കാളും കൂടുതൽ ഇത് ചെയ്യുന്നവരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അഥവാ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നവരെ പറ്റിയിട്ട്. കാരണം എന്താന്ന് വെച്ചാല് അവര് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ ഇത്ര പെർസെന്റേജ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, ഇത്ര പെർസെന്റേജ് പ്രോട്ടീൻ, ഇത്ര പെർസെന്റേജ് ഫാറ്റ്, വെള്ളം ഇത്ര കുടിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഗൈഡ് ലൈൻ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യം എന്താണ്, വ്യൂസ് ആണ് നമുക്ക് ആവശ്യം. സോ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. പക്ഷെ ഇത് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ ആൾക്കാർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, 10 ദിവസത്തിനുള്ളിൽ 10 കിലോ കുറയ്ക്കാം, 5 ദിവസത്തിനുള്ളിൽ 5 കിലോ കുറയ്ക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഹെൽത്തി എന്നുള്ള പേരിൽ ജനറൽ ആയിട്ട് നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറയുന്നതെല്ലാം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് ഇതേപോലെ ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്? അതുപോലെ നമ്മുടെ മെറ്റബോളിസം അതിനൊക്കെ ഏത് രീതിയിലാണ് ബാധിക്കുക? അത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും. ഇപ്പൊ നമുക്കൊരു കഴിഞ്ഞ കാലത്ത് തന്നെ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു ക്രാഷ് ഡയറ്റ് ഒരു പെൺകുട്ടി ഫോളോ ചെയ്തിട്ട് അവര് മരിച്ചുപോയൊരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു. അതെന്ന് പറയുന്നത് എക്സ്പേർട്ട് അഡ്വൈസ് ഇല്ലാതെ ആൾക്കാർ എന്താണ് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് അവർക്ക് ഓക്കെ ആണെന്ന് കാണുന്ന ഒരു ഡയറ്റോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് പ്ലാനോ അവർ ചൂസ് ചെയ്തിട്ട് അവരുടെ തന്നെ ഇഷ്ടത്തിന് അത് ചെയ്യണം. സോ എക്സ്പേർട്ട് അഡ്വൈസ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്. ഇപ്പോ നെയ്മറും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഞാനും പറഞ്ഞില്ല, നമ്മൾ ഫിറ്റ്നസ് ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ആളുകൾ നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഇത് പൈസ ഇരുന്നത്? ഈ പൈസ എന്നിട്ട് എന്തിനാണ് നിങ്ങളിടുന്ന് ഡയറ്റ് എടുക്കുന്നത്? ഇപ്പൊ യൂട്യൂബിൽ വേറെ ഡയറ്റ് ഉണ്ട്, ഗൂഗിളിൽ നോക്കിക്കുന്ന ഡയറ്റ് കിട്ടാനുണ്ട്. പേയ്മെന്റ് അടക്കാൻ ആളുകൾക്ക് അവരുടെ ഹെൽത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് അടക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയാണ്. അതിനൊരു പൈസ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തത്? ആ ചിന്തിക്കാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് എന്താണ് നബീന് പറയാനുള്ളത്? ആക്ച്വലി ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. അതിപ്പോൾ അവരുടെ മെറ്റബോളിക് റേറ്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസ് ആവാം, അവരുടെ ജെനറ്റിക്സ് ആവാം, ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും.
സോ നമ്മളൊരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രീ ഓൺഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എല്ലാവരും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ജനറൽ ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വർക്ക് കിടക്കുന്നുണ്ട്. സോ ആ ഒരു എമൗണ്ട് ആണ് ഡയറ്റീഷ്യൻസ് പൊതുവെ പറയാറുള്ളത്. പിന്നെ ജനറൽ ഡയറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് എന്താണ് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ദൂഷ്യവശങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റ് എന്നുള്ളത് ഈ പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്ക് നല്ലതാണോ എന്നുള്ള കാര്യം ആരോടും ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഓക്കെ. ഇപ്പൊ നെയിം ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്, പുറത്തോട്ട് പോയില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേരള മലയാളി ഓഡിയൻസിന്റെ ഒരു പൾസ് മനസ്സിലായിട്ടുണ്ടാവും ഫിറ്റ്നസിനെ കുറിച്ചിട്ട്. സോ എത്രത്തോളം അവെയർ ആണ് മലയാളികൾ അവരുടെ ഫിറ്റ്നസിനെ കുറിച്ചിട്ട്? അത് ഇനി അവയർനെസ് അവരിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ടോ? എന്താണ് ആ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഫിറ്റ്നസിനെ കുറിച്ചുള്ള അവയർനെസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും ഫിറ്റ് ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആർക്കും അൺഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ അസുഖം വന്നിരിക്കണം എന്ന് ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല രീതിയിലുള്ള ബോഡി കമ്പോസിഷൻ വേണം, നമുക്ക് നല്ല രീതിയിൽ ഫിറ്റ്നസ് വേണം, ഓരോ കാര്യങ്ങൾ ക്ഷീണമില്ലാത്ത രീതിയിൽ ചെയ്തു തീർക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ എല്ലാവരും ഉള്ളിലുണ്ടാവും. പക്ഷെ ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ കാര്യവും ഇപ്പൊ എന്താണ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അറിയുന്നില്ല എന്താണ് ഫിറ്റ്നസ്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മലയാളികളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് പലർക്കും ഫിറ്റ്നസ് വേണം, പക്ഷെ ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ള ഡൗട്ടാണ് പലർക്കും ഉള്ളത്. ഓക്കെ. സോ അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാരൻ, ഇപ്പൊ ഞാനൊരു തുടക്കക്കാരനാണെങ്കിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടെ വെച്ച് തുടങ്ങണം? എന്തായിരിക്കും എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഓക്കെ, സോ സ്റ്റാർട്ടിങ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പലർക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ്, നമുക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. എല്ലാം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് നേടി എടുക്കാം എന്നുള്ളൊരു ആഗ്രഹം എന്നുള്ളത് മാറ്റി വെക്കുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് വരുന്നതല്ല, ഇറ്റ്സ് എ ജേണി എന്നുള്ളതാണ്. നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു ജേണിയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഡെയിലി 3-4 ചായ ഒക്കെ കുടിക്കുന്നവരുണ്ടാവും. ആ 3-4 ചായ എന്നുള്ളത് 2 നേരമാക്കി കുറക്കുന്നത് എന്താണ്, നല്ലൊരു തുടക്കമാണ്. അല്ലാതെ നാളെ തൊട്ട് ഞാൻ ഷുഗർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യുന്നവര് മാക്സിമം 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് പോകും, വീണ്ടും അവരവരുടെ പഴയ സ്റ്റൈലിലേക്ക് പോകും. സോ അതിന് പകരം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. ചായ 3 നേരം കുടിക്കുന്നുണ്ടെങ്കിൽ അത് 1 നേരത്തേക്ക് മാറ്റുക. അതുപോലെ തന്നെ കൂടുതൽ ഫാറ്റി ഐറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ മാറ്റുക. പുറത്തു നിന്ന് കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഇപ്പൊ നാളെ തൊട്ട് നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവര് 1 മണിക്കൂർ തന്നെ പിറ്റേന്ന് അങ്ങ് നടക്കാൻ പോകും. അതിന്റെ വെയിലും കാര്യങ്ങളും എന്താണ്, ഒരു 1-2 ദിവസങ്ങളുണ്ടാവും. സോ അത് കഴിഞ്ഞിട്ട് നടക്കാമെന്ന് അവർ വിചാരിക്കും. പക്ഷേ വീണ്ടും എന്താണ്, അവർ ആ പഴയ ഒരു രീതിയിലേക്ക് പോകും. സോ നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റിലോ സ്റ്റാർട്ട് ചെയ്യുക. ജിമ്മിൽ പോവാന്നുണ്ടെങ്കിൽ എന്താണ്, ജിമ്മിൽ പോവുക. ട്രെയിനേഴ്സ് ഉള്ള ജിമ്മാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ദിവസം തന്നെ 1 മണിക്കൂർ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ ചെല്ലരുത്. ആദ്യത്തെ ദിവസം മേ ബി എന്താണ്, വാമപ്പ്, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇതെന്താ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ അതല്ല, ട്രെയിനേഴ്സിന് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാം. സോ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുക. എല്ലാം പെട്ടെന്ന് മാറ്റിമറിക്കുക എന്നുള്ള ആഗ്രഹമില്ലാതെ ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുക. ആ മാറ്റങ്ങൾ വീണ്ടും വീണ്ടും എന്താണ്, നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈലാക്കി കൊണ്ടുവരാം. സോ ആ ഒരു രീതിയിൽ മാത്രമാണ് ഒരു ഫിറ്റ്നസ് എന്നുള്ള ഒരു ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. ഈ ഫിറ്റ്നസ് തുടക്കം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഈ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇപ്പൊ പൊതുവെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓവർ തടി ഉണ്ടെങ്കിൽ, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഡോക്ടർ പറയും തടി കുറക്കണം, അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രം ആളുകൾ ജിമ്മിൽ പോവുക. അപ്പോൾ അതാണോ ജിമ്മിൽ പോയി തുടങ്ങണം എന്ന് പറയുന്നതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ജിമ്മിൽ പോകേണ്ടത്? ഒരിക്കലുമല്ല. പലർക്കും ഉള്ളൊരു മിത്താണ്, നമ്മൾ തടി കൂടി കഴിഞ്ഞിട്ട് കുറയ്ക്കാൻ വേണ്ടി ചെല്ലുന്ന സ്ഥലമാണ് ജിം എന്നുള്ളത്. ഒരിക്കലും അല്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, മിത്ത് എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു മിത്ത് എന്നുള്ള രീതിയിൽ തന്നെ പറയാം, നമ്മൾ തടി കൂടി കഴിഞ്ഞിട്ട് കുറക്കാൻ ചെല്ലുന്ന ഒരു സ്ഥലമല്ല ജിം എന്ന് പറയുന്നത്. നമ്മൾ
തടി കൂടാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് ജിമ്മ്. സോ ഒരിക്കലും നമ്മുടെ മാക്സിമം ലിമിറ്റിലേക്ക് പോവാതെ ആരെങ്കിലും ഇപ്പൊ ഡോക്ടേഴ്സ് പലരും ജിമ്മിലേക്ക് വരുന്നത് ഡോക്ടേഴ്സ് പറയുമ്പോഴാണ്. സോ ഡോക്ടേഴ്സ് പറയാന്നുള്ളത് അവർക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഡോക്ടേഴ്സ് പറയുന്ന മുന്നേ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സ്റ്റെപ്സ് കയറുമ്പോൾ നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങും. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലെ പണികൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. സോ അത് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് ഫിറ്റ്നസ് കുറയുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. പിന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ തടി കുറക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷീണമില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ജിമ്മിലേക്ക് വരണം എന്നല്ല ഞാൻ പറയുന്നത്, ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ബോഡി മൂവ്മെന്റ് നിങ്ങൾ കൂട്ടണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോ 1 വർഷമായിട്ട് 2 വർഷമായിട്ടൊക്കെ ജിമ്മിൽ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. പല ആളുകളിലും അവർ പോയി തുടങ്ങിയ പോലെ തന്നെയാണ്, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരിൽ റിസൾട്ട് കാണാറില്ല. എന്തുകൊണ്ടാണ് ആളുകൾ റിസൾട്ട് കാണാത്തത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, 2 എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ. നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് 1 കൊല്ലമായിട്ടെന്ന്. സോ ആ സമയത്ത് നിങ്ങൾ ഈ 1 കൊല്ലം കൊണ്ട് എത്ര ദിവസം ജിമ്മിൽ പോയി എന്ന് വെച്ചാൽ അവർ പറയും 1-2 മാസം, അതും കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയുന്നത്. സോ ഇത് തന്നെയാണ് മെയിൻ റീസൺ, ആൾക്കാർ കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. അപ്പം വീക്കിലി ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ജിമ്മിൽ പോവുക. അതുപോലെ തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് വരും. പെട്ടെന്നുള്ള ഒരു റിസൾട്ട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേണിയാണ്. സോ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്ന 2 കാര്യങ്ങളാണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. സോ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് അവർ കൺസിസ്റ്റന്റ് അല്ല. ജിമ്മിൽ പോകുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് എന്തെങ്കിലും കാരണങ്ങൾ കാരണം ആഴ്ചയിൽ 1 ദിവസം പോകും അല്ലെങ്കിൽ 2 ദിവസം പോകും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും, ആ പ്രോഗ്രാമിന് പോകുമ്പോൾ തന്നെ ഫുഡ് തരുന്നതല്ല, അപ്പൊ അത് കഴിക്കാതിരുന്നാൽ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നുള്ള രീതിയിൽ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. നോ പറയാൻ മടിയായിട്ട് കഴിക്കുന്ന പേരുണ്ട്. സോ അതും ഈ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട്സ് സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ റിസൾട്ട്സ് ഉണ്ടാവും. ക്വിക്ക് റിസൾട്ട്സ് അല്ല, എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട്സിലേക്ക് നിങ്ങളെ എത്താൻ അത് സഹായിക്കും. ഈ കൺസിസ്റ്റൻസിന്റെ കേസ് പറഞ്ഞോണ്ട് നമ്മൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോ ഞാൻ ഒരു ഫിറ്റ്നസ് ജേർണി തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്റെ ഒരു ഡിസിഷൻ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്റെ ഒരു ഡിസിഷൻ മാത്രമല്ല, ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആളുകളും കൂടെ അതിൽ ഇൻവോൾവ്ഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ വീട്ടിൽ ഉമ്മ പറയും ഇത് മാത്രം കഴിച്ചോണ്ടിരുന്നാൽ മതിയോ, കുറച്ചും കൂടെ ഇത് കഴിക്കാം. നമ്മുടെ നാട്ടിലൊരു ധാരണ വെച്ചിട്ട് നല്ല ചോറ് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു രീതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ കുറച്ച് പോയി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സർക്കിൾ, ഫ്രണ്ട്സ്, നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും കുറെ അല്ലേ ജിമ്മിൽ പോകണം, മേത്തൊന്നും കാണാമല്ലോ, ഈ രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മള് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന കുറെ ആളുകളും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ ഡിസിഷൻ എടുക്കുന്ന ഒരാളുകൾക്കൊക്കെ റിലേറ്റ് ആവുന്നത്. ജനറലി ഉള്ള ആളുകൾ, ഇതൊന്നും ഒട്ടും ഇതിനെ കുറിച്ച് ബോധവടല്ലാത്ത ആളുകൾ മറ്റുള്ളവരെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് എന്താ? സോ നെഗറ്റിവിറ്റിയോട് നേരിടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ആൾക്കാർക്ക് എന്തും പറയാം, അവർക്ക് എന്തും പറയാം. എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്ന നമ്മളാണ്, റിസൾട്ട് കിട്ടുന്നത് നമുക്കാണ്, നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് മാത്രം അവർ കാണുന്നില്ല. അവർക്ക് വേണ്ടത് റിസൾട്ടാണ്. ഇപ്പൊ നമ്മളിപ്പം 2-3 മാസം ജിമ്മിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2.5 kg ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 10 kg ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 15 kg ആയിട്ടുണ്ടാവും. സോ അതെന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് ആണ്. അത് ഈ പറയുന്ന ആൾക്കാർ കാണുന്നില്ല, അവർക്ക് എന്തും പറയാം. സോ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നോക്കി നിന്നാൽ നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. റിസൾട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്, ബാക്കിയുള്ളവരും അത് തന്നെ കാണുള്ളൂ. സോ അതിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾ എന്താണ് അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിപ്പോ കൺസിസ്റ്റന്റ് ആണെങ്കിലും മാത്രം, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിലും മാത്രം. അപ്പൊ ജിമ്മിൽ പോയി എന്ന് വെച്ചിട്ട് മാത്രം ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ വേണം, കൺസിസ്റ്റന്റ് ആൻഡ് ഡെഡിക്കേഷൻ. ഈ ഒരു പോയിന്റിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് യുവാക്കളായിട്ടുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ 2K കിഡ് എന്നൊക്കെ പേരിൽ വിളിക്കുന്ന കുറെ ആളുകള് മയക്കുമരുന്ന്, മദ്യം, ഈ ഒരു രീതിയിലേക്ക് പോകുന്ന കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇനി പോയാലും പോയില്ലേലും അങ്ങനത്തെ ആളുകളാണെന്ന് പറഞ്ഞു മാറ്റുന്ന ഒരു വിഭാഗം ഓഡിയൻസും ഉണ്ട്.
സോ ഫിറ്റ്നസിലേക്ക് വരുമ്പോൾ നമ്മൾ ജിമ്മിലേക്ക് വരാന്നുള്ളത് മാത്രമല്ല സ്വന്തം ഫിറ്റ്നസ് നോക്കുക എന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മദ്യം മയക്കുമരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള പോകുന്ന അത് കുറയോ, അത് ഏത് രീതിയിൽ അവർക്ക് എഫക്ട് ആവും, ഏത് രീതിയിൽ നല്ല രീതിയിൽ അത് എഫക്ട് ആവും? ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു പാഷനാക്കി എടുക്കുകയാണെങ്കിൽ ഒരാളും ഈ ഒരു രീതിയിലേക്ക് പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഏത് കാര്യത്തിൽ, എന്തൊരു കാര്യത്തിൽ പോയാലും ഞാൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മയക്കുമരുന്നോ സിഗരറ്റോ ഇതിനൊന്നും പോകില്ല എന്നുള്ളത്. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. ഞാനെന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ ഫിറ്റ്നസ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഈ ഒരു കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്താൽ എൻ്റെ ഫിറ്റ്നസിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള രീതിയിൽ കൺസേൺ ഉള്ള ഒരാളാണ് ഞാൻ. സോ ഒരിക്കലും ആ രീതിയിലേക്ക് ഞാൻ പോവില്ല. അത് കാരണം എൻ്റെ സെൽഫായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. സോ എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഫീൽഡിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ സ്പോർട്സ് ഫീൽഡിൽ തന്നെ നമ്മളൊരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരാളും ഇങ്ങനെ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി വല്ല മയക്കുമരുന്നോ അല്ലെങ്കിൽ കള്ളു കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെ നേരം വൈകി സംതിങ് അങ്ങനെ പോവുകയോ ചെയ്താൽ രാവിലെ എന്തെങ്കിലും നമുക്കൊരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂല. അത് നമുക്ക് കഴിയില്ല. എന്താണ് രാവിലെ എണീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഈവനിങ് എന്ന് പറയുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതാണോ സ്പോർട്സ് അതിന് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് വരും. സോ ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത് വളരെ അപൂർവമായിരിക്കും. സോ നമുക്ക് ഫിറ്റ്നസിന് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടൊരു ഇഷ്ടം വരിക എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ മാക്സിമം തടയും. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഈ വീഡിയോസ് ചെയ്യുന്നത് കുറെ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വീഡിയോസിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ വണ്ണം കുറയ്ക്കാനുള്ള ഗോൾഡൻ ടിപ്സ്, അതുപോലെ വെയിറ്റ് ലോസ് ഇതുവരെ ആരും പറയാത്ത സീക്രട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ഹുക്ക് വേണം, ഒരു വീഡിയോ റീച്ച് ആവണമെങ്കിൽ ഹുക്ക് വേണം. അപ്പൊ ഇത്തരം ഹുക്സ് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ജനറൽ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ വീഡിയോനെ എങ്ങനെ എടുക്കണം? ഹൂക്സ് ഇടുക എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിന്റെ താല്പര്യം അനുസരിച്ചിട്ടാണ്. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തി ആയാലും മതി. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വ്യൂസ് കിട്ടാൻ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. കറക്റ്റ് ജനറൽ ഗൈഡ് ലൈൻസ്, അവർക്ക് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാതിരിക്കാം, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. വ്യക്തിപരമായിട്ടുള്ള ഡയറ്റ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഓരോരുത്തർക്കും ഓരോ ഡയറ്റ്, ഈ ഒരു കാര്യം ഇതെന്താണ്? ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് എന്ന് പറയുന്നത് ആ ഒരു രീതി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പല രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രായം, നമ്മുടെ സെക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ മെറ്റബോളിസം, സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എല്ലാം പലർക്കും പല രീതിയിലായിരിക്കും. സോ ഇതെല്ലാം ടേക്ക് കെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ഡയറ്റീഷ്യന് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. സോ ജനറൽ ഡയറ്റ് എന്നുള്ളത് നമുക്കൊരു ജനറൽ ഗൈഡ് ലൈൻ പോലെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ്. ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ എന്താണ് ജങ്ക് ഫുഡ് നിങ്ങൾ അധികം കഴിക്കരുത് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ ആണ്. അല്ലാതെ നിങ്ങൾ ഇന്ന ഫുഡ് ഇത്ര നേരം ഇത്ര എമൗണ്ട് കഴിക്കണം എന്ന് പറയുന്നത് അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അവർ ഈ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് എന്തായാലും വേണ്ടി വരും. അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അവരുടെ ഗോൾ എന്താണ്, ഇപ്പം വെയിറ്റ് ഗെയിൻ ആണോ, എത്ര കിലോ വെയിറ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, വെയിറ്റ് ലോസ് ആണോ, എത്ര വെയിറ്റ് ലോസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാലാവധി എത്രയാണ്, എത്ര മാസം കൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ടേക്ക് കെയർ ചെയ്തായിട്ടായിരിക്കും ഒരു ഡയറ്റീഷ്യന് ഇവർക്ക് എല്ലാവർക്കും ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. സോ അത് തന്നെയാണ് ഈ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറെ വീഡിയോസ് കാണുന്നതിലുള്ള കുറെ മിക്സുകൾ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളെ കുറിച്ച്. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ, നമ്മുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ശരിയായ രീതിയിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ശരിയായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പം NASM, ISA, ACE എന്ന് പറയുന്ന രീതിയിൽ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണലി ഇതായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. സോ അവരുടെ വെബ്സൈറ്റിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലുള്ള ജനറൽ ഗൈഡ് ലൈൻസ് ഒരുപാട് കാണാൻ പറ്റും. സോ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ജനറലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരാൾ ഇന്ന ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സമയം ഇന്ന ഫുഡ് കഴിക്കണം എന്ന് അവരൊരിക്കലും പറയില്ല. നിങ്ങൾ ഏതൊക്കെ ഫുഡ് കഴിക്കണം, എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി അത് എത്ര, ഇപ്പോൾ പ്രോട്ടീൻ്റെ കേസ് ആണെങ്കിൽ പറയാറുണ്ട് റിക്വയർഡ് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ റിക്വയർഡ് ഡെയിലി അലവൻസ് എന്നുള്ളത്. ഒരു ദിവസം
ദിവസം ഒരാൾക്ക് എത്ര പ്രോട്ടീൻ വേണം എന്നുള്ളത്. സോ അതും ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കാറ്റഗറി അനുസരിച്ചിട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. സോ ഞാൻ കഴിക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് മേ ബി ഫാസ്റ്റിൽ എന്താണ് അത് കൂടുതലായിരിക്കാം. സോ അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒരാൾക്ക് ആവശ്യമാണെന്നുള്ളത്. പിന്നെ ഈ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ്, നാഷണൽ അക്കാദമി ഓഫ് സ്പോർട്സ് മെഡിസിൻ പോലെയുള്ള ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ചെന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നെയ്മറുടെ ഭാഗത്തുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ യങ്ങർ ഓഡിയൻസിന്, അതുപോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നമ്മുടെ ജിമ്മിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നെയ്മ് ഉൾപ്പെടെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ ഒന്ന് പമ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് വർക്കൗട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ കുറെ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് ഒരു ആംഗിളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പൊ നമ്മൾ അത്രത്തോളം ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് തന്നെ ഒരു പൊതുവെ ഇപ്പൊ ഞാനൊക്കെ എന്താ പറയുക, ഒരു തുടക്കക്കാരനൊക്കെ നമ്മൾ നോക്കി കാണുന്നത് നമ്മളെ ജിമ്മിലുള്ള ട്രെയിനറാണ് നമ്മളെ മോഡൽ. നമുക്ക് കാണുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ആള്, ഫിറ്റായി നിൽക്കുന്ന ആള് നമ്മുടെ ജിമ്മിലുള്ള ട്രെയിനറാണ്. അപ്പൊ ഈ ട്രെയിനേഴ്സിനെ ഈ രീതിയിലായിരിക്കും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത് മറ്റൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുറമേ നിന്ന് കാണുന്ന ജനറൽ ഓഡിയൻസ്, യുവാക്കളായിട്ടുള്ള ഓഡിയൻസ് ഇത് കാണുമ്പോൾ അവർക്കും അവരുടെ മനസ്സിലുണ്ടാവുക ഇങ്ങനെ ആവണം, ഈ രീതിയിൽ പോകണം, ഫുൾ ടൈം ഇവർ ഇങ്ങനെയാണ് കാണാനായിട്ട്, എപ്പോഴും ഇവരുടെ ബോഡി ഇങ്ങനെയാണ്, ഫുൾ ടൈം സിക്സ് പാക്കും കാര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെ ചിന്തിക്കുന്നതിനോടും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് കൊടുക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്ന ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ്സ് എന്നൊക്കെ പറയുന്നത് മോസ്റ്റ്ലി അവർ ഏറ്റവും കൂടുതൽ പമ്പായിട്ട് നിൽക്കുന്ന സമയം, അതായത് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് മാക്സിമം അവരുടെ ബ്ലഡിൽ മസിൽസിൽ ബ്ലഡ് പമ്പായിട്ട് നിൽക്കുന്ന സമയം, പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്, ആ ഒരു സമയമൊക്കെ ആയിരിക്കും അവർ ഫോട്ടോ ഇടുക. അതുപോലെ തന്നെ നമ്മൾ ആക്ടേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പലരും ഒരു ഫിറ്റ്നസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന രീതിയിലേക്ക് വരുന്നത് എപ്പോഴും ആക്ടേഴ്സിനെ കണ്ടിട്ടാണ്. അപ്പൊ ഞാനും എന്റെ ഫിറ്റ്നസ് ജേർണി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഒരു മൂവി തന്നെയാണ്. ആ ഒരു മൂവിയിലുള്ള ഒരു ആക്ടറെ കണ്ടിട്ട് അതുപോലെയുള്ള ഒരു ബോഡി വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വരുന്നത്. സെയിം തോട്ടാണ് പലർക്കും വരുന്നത്. പക്ഷെ നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ആക്ടേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അവർ കറക്റ്റ് ആയിട്ടുള്ള പമ്പിങ് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങിലൊക്കെയാണ് ഇടുക. സോ അവര് ഓൾമോസ്റ്റ് 95% ഓഫ് ദ ടൈം ആ കാണുന്ന പോലെ ആയിരിക്കില്ല. ആ ഒരു 5% ഓഫ് ദ ടൈം മാത്രമാണ് അവർ ആ ഒരു ലുക്കിൽ ഉണ്ടാവുക. ബാക്കിയുള്ള 95% ഓഫ് ദ ടൈം എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രൂപം എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും പമ്പ് ആയിട്ടുള്ള ഒരു ബോഡി, മസ്കുലർ ആയിട്ടുള്ള ബോഡി, വാസ്കുലാരിറ്റി ഉള്ള ഒരു ബോഡി ഒക്കെയാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ അങ്ങനെയല്ല, എന്നാലും ഒരു അപ് ടു ആൻ എക്സ്റ്റെന്റ് അവർ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും കാണുന്ന സമയത്ത് ഇപ്പോ അത് കാണുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താണ്? ഒറ്റ കാര്യം, എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇന്ന് എങ്ങനെയായിരുന്നോ അതിനേക്കാളും ബെറ്റർ ആവാൻ നാളെ നോക്കുക. സോ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. അല്ലാതെ ഒരാളെ അങ്ങനെ കണ്ടു സോ അയാളെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ചാൽ മേ ബി അത് പോസിബിൾ ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ ഇന്ന ഒരു ബോഡി ബിൽഡർ പോലെ ആവണമെന്ന് ആഗ്രഹിച്ചാൽ അത് പോസിബിൾ അല്ല. പക്ഷെ ഇന്നിരിക്കുന്ന എന്നെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആവണം മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത മാസം ഞാനെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതെനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നെയ്മ് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഫിറ്റ്നസ് ഫീൽഡിലുണ്ട്, സ്പോർട്സിലായിട്ടും ട്രെയിനിങ്ങിലായിട്ട്. ഈ ഒരു കാലയളവിൽ ഇപ്പൊ നെയ്മിനോട് ചോദിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്ന ഒരു അനുഭവം, ലൈക്ക് അറ്റൻഡ് ചെയ്ത ഒരു ക്ലയന്റ്, പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അറ്റൻഡ് ചെയ്തതിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു ക്ലയന്റിനെ പറ്റി പറയാൻ പറ്റുമോ? ലൈക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ മൈൻഡിൽ നിൽക്കുന്നു, അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഈ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ആ ക്ലയന്റുമായിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു ആൾട്ടുണ്ടായിരുന്ന ഒരു ജേർണി? ഇപ്പം ഒരുപാട് ക്ലയൻസ് ഉണ്ട്. എന്നാലും ഇപ്പൊ ഈ ചോദ്യം ചോദിച്ച സമയത്ത് എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ക്ലയന്റിനെ കുറിച്ച് പറയാം. ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് എന്നും ഡെയിലി നടക്കാൻ പോകുന്ന ഒരാളാണ്. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അറൗണ്ട് 50+ ഏജ് ഉള്ള ആളാണ്. സോ അതേ ഈ പറഞ്ഞ പോലെ തന്നെ ജിമ്മിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരികയാണ്. സോ ആ സമയത്ത് എന്നോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്, ഞാൻ ഡെയിലി നടക്കാൻ പോകുന്നുണ്ടല്ലോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് ജിമ്മിൽ വരിക എന്നുള്ളത് ഒരിക്കലും മറ്റുള്ള ബോഡി ബിൽഡേഴ്സിനെ പോലെ ആവുക എന്നുള്ള ഗോളിലല്ല. നമ്മൾ പ്രായമാവും തോറും നമ്മുടെ മസിൽസ് നാച്ചുറലി ലോസ്റ്റ് ആയി തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ബോൺസ് എന്താണ് കുറച്ചുകൂടെ ബ്രിട്ടിൽ ആയി തുടങ്ങും, നമുക്ക് ഓസ്റ്റിയോപ്രോസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ജിമ്മിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് അവരത് തീരെ സമ്മതിച്ചിട്ടില്ല.
നടത്തം മാത്രം മതി, അത് മാത്രമാണ് ആരോഗ്യം, ഞാൻ ഡെയിലി നടക്കുന്നുണ്ട്, ഇപ്പം 10 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് ഞാൻ ഒരേ ബോഡി വെയിറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 30 വയസ്സിന് ശേഷം ഓരോ ഡെക്കേഡ് കൂടുമ്പോഴും, അതായത് ഓരോ 10 വർഷം കഴിയുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്ന് 5% ഓഫ് മസിൽ മാസ് നഷ്ടപ്പെടുന്നുണ്ട്. അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് പ്രകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 5% മസിൽ മാസ് നഷ്ടപ്പെടുന്നുണ്ട്. സോ ഈ ഒരു മസിൽ മാസ് നഷ്ടപ്പെട്ടിട്ട് എന്താണ് ആ ഒരു ഭാഗത്ത് എന്താണ് ഫാറ്റ് കയറുന്നുണ്ട്. സോ നമ്മളെ ബോഡിയിൽ എത്രമാത്രം മസിൽ മാസ് ആണോ നഷ്ടപ്പെടുന്നത് അത്രമാത്രം മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ കുറയും, ഫാറ്റി ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ബോഡി വെയിറ്റ് എന്നുള്ളത് എന്താണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ നമ്മളെ മസിൽ മാസ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു കാര്യം അദ്ദേഹത്തോട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്താണ് സമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അധികം ആൾക്കാർക്കും മെയിൻ ആയിട്ട് വരുന്നൊരു കൺസേൺ എന്ന് പറയുന്നത് അവരുടെ വെയിറ്റ് എത്ര മാസം കൊണ്ട് കുറയും, എത്ര മാസം കൊണ്ട് കുറയും. എല്ലാവർക്കും വേണ്ടത് ക്വിക്ക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ഇപ്പൊ 3 മാസം കൊണ്ട് ഇത്ര കിലോ, 10 കിലോ, 15 കിലോ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് അവരോട് തിരിച്ചു ചോദിക്കാറുള്ളത്, ഈ ഒരു 10 കിലോ എന്നുള്ളത് ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഗെയിൻ ചെയ്തെടുത്തതാണെന്ന് ചോദിക്കും. സോ എന്താ അറിയാലോ, സോ അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ചേഞ്ച്, അവരുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഒരു ചേഞ്ചിന്റെ കാര്യമായിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വെയിറ്റ് അവർക്ക് വരുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കോമൺ സെൻസ് ആയിട്ട് ആലോചിച്ചാൽ തന്നെ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ 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 സോ ഞാനിപ്പോ ഒരു ക്ലയന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ പല ക്ലയൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഒരു ഡെയിലി വെയിറ്റ് നോക്കുന്ന ആൾക്കാർ. ഇപ്പൊ ജിമ്മിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, ജിമ്മിൽ വന്ന് തുടങ്ങി തന്നെ വെയിറ്റ് കുറയും എന്നുള്ളൊരു ധാരണ കൊണ്ട് ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുക. ഈ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ലൈക്ക് നമുക്ക് വെയിറ്റ് കുറഞ്ഞത് കാണുമ്പോൾ മോട്ടിവേഷൻ വരിക, അങ്ങനെ അതുകൊണ്ട് ഉപകാരമാണോ ഉപദ്രവമാണോ കൂടുതൽ ഉണ്ടാവുക? പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫിറ്റ്നസ് ജേണിയിൽ വളരെ നല്ലൊരു കാര്യമാണ്, ഈ വെയിറ്റ് ട്രാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. പക്ഷെ ഇത് ഡെയിലി നോക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് എന്താണ് നമ്മളൊരു വെയിറ്റ് എന്നുള്ളത് 1 kg അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം, വാട്ടർ വെയിറ്റ്, അതുപോലെ തന്നെ നമ്മൾ കഴിച്ചുള്ള ഫുഡിന്റെ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിൽ വരുന്നുണ്ട്. സോ ഡെയിലി നോക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് മേ ബി എന്താണ് 100 ഗ്രാം കുറയുന്നു, 200 ഗ്രാം കുറയുന്നു എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അത് എന്നുള്ളത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 300-400 ഗ്രാം കൂടിയിട്ടുണ്ടോ. സോ ആൾക്കാർ എന്താണ് വീണ്ടും ഡിമോട്ടിവേറ്റ് ആയിട്ട് പോവാണ്. സോ നമുക്കൊരു 1 വീക്കിൽ നോക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു 1 month ഒക്കെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. എന്നാലും വെയിറ്റ് നോക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ഫിറ്റ്നസ് ജേണിയുടെ ഒരു ട്രാക്കർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ചുകൂടെ ഈസിയാണ് ട്രാക്ക് ചെയ്യാൻ. എന്നാലും വെയിറ്റ് എന്ന് പറയുന്നത് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മസിൽ മാസ് ഗെയിൻ ആവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ലോസ് വരാനും സാധ്യതയുണ്ട്. പക്ഷെ എന്താണ് വെയിറ്റിൽ ചേഞ്ച് വരില്ല, പക്ഷെ അവരുടെ ബോഡി കമ്പോസിഷൻ അല്ലെങ്കിൽ അവരുടെ ഇഞ്ച് ലോസിലൊക്കെ നല്ല വ്യത്യാസം വരും. ഓക്കെ ഓക്കെ എനിവേസ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഈ ചാനൽ ഒരിക്കലും ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഇടാന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ചാനലല്ല. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ ഒരു മരണത്തിന് ബേസ് ചെയ്തിട്ട് റിയാക്ഷൻ ചെയ്ത സമയത്ത് തന്നെ ആ വീഡിയോക്ക് ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം തോന്നി. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവരെ വിളിച്ചപ്പോൾ നെയ്മ് വന്നതിൽ താങ്ക് യു സോ മച്ച്. നമുക്ക് മൈൻഡ് ചെയ്യാം.